പത്തനംതിട്ടയിൽ നിന്നും വിജയിച്ച് താൻ പാർലമെന്റിലെത്തിയാൽ റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. വിജയിച്ചാൽ മണ്ഡലത്തിൽ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് താൻ വ്യക്തമായി പറയുന്നുണ്ട്. എതിർ സ്ഥാനാർത്ഥികളും ഇക്കാര്യം വ്യക്തമാക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. കിഫ്ബിക്ക് പുറമെ തൊഴിൽ സാധ്യതയും ഐസക് മണ്ഡലത്തിൽ പ്രചരണ വിഷയമാക്കുന്നു. വിവിധ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ യുവതി യുവാക്കളെ പ്രാപ്തരാക്കുന്നതിനായി പരിശീലന പദ്ധതികളുമായാണ് ഐസക്കിന്റെ പ്രചരണം. ഉറപ്പാണ് തൊഴിൽ എന്ന മുദ്രാവാക്യവും തോമസ് ഐസക് ഉയർത്തുന്നു. മണ്ഡലത്തിൽ എന്ത് പദ്ധതികൾ കൊണ്ടുവരാനാകുമെന്ന് എതിർ സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെട്ടു. നൈപുണ്യ പരിശീലനം അതാ പത്തനംതിട്ട നടക്കാൻ പോകുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. ബാക്കി കാര്യങ്ങളുണ്ട്. വിജ്ഞാന പത്തനംതിട്ടയുടെ ഇതൊന്ന് ഉറപ്പാണ് തൊഴിൽ. ബാക്കിയുള്ളവരും പറയട്ടെ, സ്ഥാനാർത്ഥികൾ എന്താ പത്തനംതിട്ട ചെയ്യാൻ പോകുന്നത്, ചിലർക്ക് എന്താണ് ഇതുവരെ ചെയ്തതെന്നും പറയാം. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കാൻ പാർലമെന്റിന്റെ ആദ്യ സെഷനിൽ തന്നെ ശ്രമിക്കുമെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. പാർലമെന്റിലേക്കുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഉറപ്പ് നൽകുന്നത് 200 രൂപയെങ്കിലും റബ്ബറിന്റെ താങ്ങുവിലയാക്കുന്നതിന് കേന്ദ്രത്തിന്റെ സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് ആദ്യ സെഷൻ മുതൽ പോരാടും. അതേസമയം കിഫ്ബി പദ്ധതികളുടെ സൂത്രധാരൻ എന്ന നിലയിൽ കിഫ്ബിയുടെ ദോഷഫലങ്ങൾ ഉയർത്തിക്കാട്ടി തോമസ് ഐസക്കിനെ പ്രതിരോധിക്കാനാണ് UDF NDA ശ്രമം. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.